നീതിന്യായ വ്യവസ്ഥയുടെ പാർലമെന്റിന്റെ ഭരണാധികാരികളുടെ ഒക്കെ മുകളിലുള്ള ഒരു സർവാധികാരമാണ് പരമോന്നത നേതാവ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഖമനയാണ് വധിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനുശേഷം എന്ത്? എല്ലാ അർത്ഥത്തിലും ഇറാന്റെ സർവാധികാരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 79-ലെ ഇസ്ലാമിക വിപ്ലവത്തിലേക്ക് ഇറാനെ ഇന്ന് കാണുന്ന ഷിയ ഇസ്ലാമിക രാജ്യമാക്കുന്നതിൽ ഏറ്റവും നിർണായക പങ്കുവഹിച്ച നേതാക്കളിൽ ഒരാൾ. അതിനുശേഷം 10 വർഷത്തിന് ശേഷം അന്നത്തെ ആയത്തുള്ള റൂഹുല്ല ഖുമൈനി അധികാരമൊഴിഞ്ഞ ശേഷം അതിനുശേഷം അദ്ദേഹം അധികാരത്തിലേക്ക് വന്നു. 3 പതിറ്റാണ്ടായി ഈ വെല്ലുവിളികൾക്കെല്ലാം ഇടയിലൂടെ ഇറാനെ നയിച്ച വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. ഇനി എന്ത് എന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സാധാരണ പരമോന്നത നേതാവ്, എല്ലാ തരത്തിലുമുള്ള പരമോന്നത നേതാവ് എന്ന് പറയുമ്പോൾ ഇറാനുള്ളിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള ഈ ഷിയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കൂടി ഒരു പരമോന്നത പദവി അദ്ദേഹത്തുണ്ട്. പല ഷിയ സമൂഹങ്ങളും, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുള്ള പല ഷിയ സമൂഹങ്ങളും അദ്ദേഹത്തെ പരമോന്നത നേതാവായി കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഏറ്റവും ഉന്നതനായ ഒരു നേതാവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇനി എന്ത് എന്നത് ചോദ്യമാണ്. 88 മത നേതാക്കൾ അടങ്ങുന്ന ഒരു സമിതിയാണ് അടുത്ത നേതാവിനെ തെരഞ്ഞെടുക്കേണ്ടത് എന്നാണ് ഇറാനിലെ ചട്ടം. അസംബ്ലീസ് ഓഫ് എക്സ്പെർട്സ് എന്നറിയപ്പെടുന്ന ഈ സമിതി ചേർന്നിട്ടായിരിക്കും ഇറാന് പുതിയൊരു പരമോന്നത നേതാവാക്കാൻ യോഗ്യനായ ഒരാളുണ്ടെങ്കിൽ തെരഞ്ഞെടുക്കുക. പല പേരുകൾ മുൻപ് പലപ്പോഴും ചർച്ചകളിൽ വന്നിരുന്നു. അത് അലി ഖമനയുടെ രണ്ടാമത്തെ മകനായ മുജ്തബ ഖമനയുടെ പേര് പലപ്പോഴും ഉയർന്നു കേട്ടിരുന്നു. പക്ഷേ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നലത്തെ ആക്രമണങ്ങളിൽ വലിയൊരു നേതൃനിര കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ഇസ്രയേലും അമേരിക്കയും പറയുന്നു. ഇപ്പോൾ ലോകമാധ്യമങ്ങളെല്ലാം സ്ഥിരീകരിക്കുന്നു. 40-ലേറെ ഉന്നതർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ ആരൊക്കെ അപ്പോൾ ജീവനോടെ ഉണ്ടെന്ന് നമുക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. എന്തായാലും ഖമനയ്ക്ക് ശേഷം ഖമനയുടെ ആരോഗ്യനില മുൻപ് തന്നെ പല ഘട്ടങ്ങളിലും വഷളായിരുന്നു. അപ്പോഴൊക്കെ ആരായിരിക്കും അദ്ദേഹത്തിന്റെ പിൻഗാമി എന്ന വലിയ ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. അന്ന് ഏറ്റവും സജീവമായി വന്ന ഒരു പേര് ഈ ആയത്തുള്ള അലി ഖമനയുടെ രണ്ടാമത്തെ മകനായ മുജ്തബ ഖമനയുടെ പേരാണ്. ഈ സൈന്യത്തിലും ഇറാന്റെ സൈന്യത്തിലും വിപ്ലവ സേനയിലും ഭരണ സംവിധാനത്തിലും നീതിന്യായ വ്യവസ്ഥയിലുമെല്ലാം ഇപ്പോൾ തന്നെ വലിയ സ്വാധീനമുള്ള ഒരാളാണ് ഈ മുജ്തബ ഖമനയി. മുജ്തബ ഖമനയ്ക്കാണ് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. അലി റേസ അറാഫി, ഇറാനിലെ മതപാഠശാലകളുടെ തലവനും അസംബ്ലീസ് ഓഫ് എക്സ്പെർട്സിന്റെ അംഗവുമായ ഈ അലി റാസ അറാഫി എന്നൊരു പേര് ഉയർന്നു കേട്ടിരുന്നു. അഹമ്മദ് ഖത്താബി, ഇറാനിലെ ഒരു മുതിർന്ന മത നേതാക്കളുള്ള ഒരാളും ഒരു കടുത്ത നിലപാടുകാരനുമായ അഹമ്മദ് ഖത്താബി, ഇങ്ങനെ പല പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. എന്തായാലും ഈ ഔദ്യോഗിക ദുഃഖാചരണം, അതിനുശേഷം അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ, അതിനെല്ലാം ശേഷം 88 അംഗങ്ങൾ അടങ്ങുന്ന ഈ ആത്മീയ സമിതി ചേർന്നിട്ട് മാത്രമായിരിക്കും ഒരു പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുക. അത് ഇപ്പോൾ എത്ര നേതാക്കൾ ഇറാനിൽ, ആ യോഗ്യരായ എത്ര നേതാക്കൾ ജീവനോടെ ഉണ്ട് എന്നത് പോലും സംശയകരമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അത് വേണ്ടിവരുന്നത്.